ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായമാണ്. ഇസ്മായേലിന് വേണ്ടിയുള്ള നിന്റെ പ്രാർത്ഥനയും ഞാൻ കേട്ടിരിക്കുന്നു. അബ്രാഹത്തോട് കർത്താവ് അരുൾ ചെയ്യുന്ന കാര്യമാണ്. ഇസ്മായേലിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും ഞാൻ കേട്ടിരിക്കുന്നു, ഞാൻ അവനെ അനുഗ്രഹിച്ചു നിന്റെ പ്രാർത്ഥന കേട്ട്. അതിന് തൊട്ടു മുൻപ് സാറയ്ക്ക് വേണ്ടിയുള്ള അബ്രാഹത്തിന്റെ പ്രാർത്ഥന കേട്ട് ദൈവം അവളെ അനുഗ്രഹിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അവൾക്ക് സന്തതികൾ ഉണ്ടാകുമെന്ന് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. നമ്മൾ പരസ്പരം പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുന്നേ. അതാണ് വലിയ സന്തോഷം തരുന്ന ഒരു ഉറപ്പ്. നമ്മൾ പരസ്പരം കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ ഉള്ളു തുറന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവ് കേൾക്കും. ഒരുമിച്ചിരിക്കണല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പ്രാർത്ഥിച്ചോടെ. എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്നുള്ളതിന്റെ ഉത്തരം സുവിശേഷത്തിലാണ് നമ്മൾ കാണുന്നത്. കർത്താവെ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ പറ്റും. മനസ്സുണ്ടെങ്കിൽ മതി. ഈ ഒരു പ്രാർത്ഥനയാണ്. നിന്റെ ഇഷ്ടം എന്താണോ അത് ചെയ്തു കൊടുത്താൽ മതി എൻ്റെ കൊച്ചുങ്ങൾക്ക്. നിന്റെ ഇഷ്ടം എന്താണോ അത് നിറവേറിയാൽ മതി ഞങ്ങളുടെ കുടുംബത്തിൽ. അവിടുത്തെ രാജ്യം വരണം, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആവണം എന്നൊക്കെയുള്ള പ്രാർത്ഥന ഒന്ന് ശരിക്കും മീൻ ചെയ്ത് ഉറപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുന്നേ. അങ്ങയുടെ ഇഷ്ടം നിറവേറിയാൽ മതി. ഐസിയുയിൽ കിടക്കുന്ന ഭാര്യ കല്യാണം കഴിഞ്ഞിട്ട് 2 മാസമായിട്ടുള്ളൂ. ആ 2 മാസത്തിനുള്ളിൽ ഐസിയുലായി പോയ തന്റെ ഭാര്യയ്ക്ക് വേണ്ടി കർത്താവെ, അങ്ങയുടെ ഇഷ്ടം എന്താണെങ്കിലും അത് നിറവേറിയാൽ മതി എന്ന് പ്രാർത്ഥിച്ച ചെറുപ്പക്കാരനെ അറിയാം നമുക്ക്. എന്നിട്ട് ഇപ്പൊ അവര് സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. കാരണം നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കിയാൽ മതി എന്ന് പറഞ്ഞു നിൽക്കുന്ന കർത്താവിന്റെ തിരുമുൻപിൽ നിൽക്കുന്ന ആ കുഷ്ഠരോഗിയോട് കർത്താവ് തിരിച്ചു പറയണ ഉത്തരം, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാവട്ടെ എന്നുള്ളതാണ്. എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാവട്ടെ. അങ്ങനെ വിട്ടുകളയണ ഒരാളൊന്നുമല്ല.